എല്ലാവരും അഴിമതിക്കാരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല കേട്ടാ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ അടച്ചാക്ഷേപിക്കാനും ഞാൻ തയ്യാറല്ല. ഒരുപാട് രാജ്യസ്നേഹവും ജനസേവനവും നടത്തുന്ന രാഷ്ട്രീയക്കാർ ഉണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. അങ്ങനെയുള്ളവര് അവരവരുടെ പാർട്ടി വേദികളിൽ ഈ വിഷയം ഉന്നയിച്ച് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് പറയാനേ ഞാനുള്ളൂ. അഴിമതിക്കാര് കുറച്ചു പേരേ ഉള്ളൂ, അവര് മതി. ഈ എൻ്റയർ ഇപ്പൊ ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംവിധാനമാണ്, താഴത്തെ കിടയിൽ തൊട്ട് മുകളിൽ വരെയുള്ള സംവിധാനമാണ്. അതില് ഈ പണം സമ്പാദിക്കുന്നത് കുറച്ചു പേരേ ഉള്ളൂ. അപ്പൊ അവര് അങ്ങനെ വൃത്തികേട് കാണിക്കുന്നത് പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്ത് പാർട്ടിയെ നേരെയാക്കാനായിട്ട് പാർട്ടിയുടെ പ്രവർത്തകർക്കും അണികൾക്കും ഉത്തരവാദിത്തമുണ്ട്. അതവർ ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഈ എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ടിൽ പാർട്ടിക്കാരൊന്നും അല്ല ഉണ്ടായിരുന്നത്. എംബോർഡ് കമ്മിറ്റി റിപ്പോർട്ടിൽ എംബോർഡ് കമ്മിറ്റിയിൽ പാർട്ടിക്കാരല്ല, 3 ജഡ്ജസാണ്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് A.S. ആനന്ദ്, A.R. ലക്ഷ്മണ, പിന്നെ KT തോമസ്, ഇങ്ങനെ 3 ജഡ്ജിമാരും 2 ടെക്നിക്കൽ എക്സ്പേർട്സും. അത് വൺ മിസ്റ്റർ തട്ടെ ആൻഡ് വൺ മിസ്റ്റർ മേത്ത. ഇവരിൽ ആരാണ് ഈ മാനിപ്പുലേഷൻസിന് കൂട്ടുനിന്നതെന്നുള്ളത് ഇൻവെസ്റ്റിഗേഷനിലൂടെ മാത്രം മനസ്സിലാവുള്ളൂ. ക്വസ്റ്റ്യനും അതെയാണ്. തട്ടെ ആൻഡ് മെഹ്ത്ത എന്ന് പറയുന്നത് അവർ വൺ ഓഫ് ദ ബ്രില്യൻറ്റ്, ഇപ്പൊ നമ്മൾ നാഷണൽ ലെവലിലല്ല വേൾഡ് വൈഡ് ആയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അവർ ടെക്നിക്കൽ എക്സ്പേർട്സ് ആണ്.